സിറിയക്കെതിരെയുള്ള ആക്രമണത്തിന് ഏത് സമയത്തും അമേരിക്കൻ സേന സുസജ്ജമാണെന്ന് ബറാക് ഒബാമ മുന്നറിയിപ്പ് നൽകി. സിറിയയിലെ രാസായുധ പ്രയോഗം അമേരിക്കൻ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഒബാമ പറഞ്ഞു. അമേരിക്കൻ സൈന്യം സിറിയൻ മണ്ണിലിറങ്ങി നേരിട്ടുള്ള ഒരു ആക്രമണമല്ല നടത്തുകയെന്നും അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. സൈനിക നടപടിക്കായി അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ടെന്നും ഒബാമ വൈറ്റ് ഹൌസിൽ പറഞ്ഞു. After careful deliberation, I have decided that the United States should take military action against Syrian regime targets. This would not be an open-ended intervention. I will seek authorization for the use of force from the American people's representatives in Congress. ഇനി സെപ്റ്റംബർ 9 മാത്രമേ അമേരിക്കൻ കോൺഗ്രസ് സമ്മേളിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സിറിയൻ ആക്രമണം 10 ദിവസമെങ്കിലും വൈകിയേക്കും. അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും തുർക്കിയിലെ നാറ്റോ വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം സിറിയക്കെതിരെയുള്ള സൈനിക നീക്കത്തിനെതിരെ ഇറാൻ അതിശക്തമായി രംഗത്തെത്തി. സിറിയയെ പിന്തുണയ്ക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സിറിയക്കെതിരായ ആക്രമണം പശ്ചിമേഷ്യയിൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്നും ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലാവുദ്ദീൻ ബറൂജർദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.